തൊടുപുഴ നഗരസഭ ഭരണസമിതിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൗൺസിലർമാർ. നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുന്നതായി ആരോപിച്ച് നടത്തിയ സമരത്തിൽ LDF കൗൺസിലർമാർ അടക്കം പങ്കെടുത്തു. ചെയർപേഴ്സൺ നഗരസഭാ കാര്യാലയത്തിൽ സ്ഥിരമായി എത്താറില്ലെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. തൊടുപുഴ നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ വ്യാപകമാവുന്നതിനിടയിലാണ് കൗൺസിലർമാർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന CT അജി കൈക്കൂലി കേസിൽ പെട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ഈ സീറ്റിൽ പകരം ആളെ നിയമിക്കാത്തതിനാൽ പ്രവർത്തികൾ പലതും പ്രതിസന്ധിയിലാണ്. 8 മാസത്തോളമായിട്ട് AEക്ക് പകരം ആളെ നിയമിക്കുവാനോ ഇതിനായുള്ള ശ്രമങ്ങൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൈ എടുക്കുന്നില്ല എന്നുമാണ് പ്രതിഷേധിച്ച കൗൺസിലർമാർ പറയുന്നത്. ഈ വിഷയം നിരവധി തവണ കൗൺസിലിൽ അടക്കം ഉന്നയിച്ചിട്ടും നടപടിയായില്ല. ഇതിനാൽ തന്നെ മുനിസിപ്പൽ പരിധിയിൽ നിലവിൽ വർക്കൊന്നും നടക്കുന്നില്ല എന്നും ഏതെങ്കിലും പണി നടത്തിയാൽ ചെയ്തവർക്ക് പണം നൽകുന്നില്ല എന്നും കൗൺസിലർമാർ പറയുന്നു. ഇതിനാൽ തങ്ങൾക്ക് റോഡിൽ ഇറങ്ങി നടക്കുവാൻ പോലും കഴിയുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാന ആക്ഷേപം. ഈ നഗരസഭയുടെ 35 വാർഡിലെ വിവിധ റോഡുകൾ താറുമാറായി കിടക്കുകയാണ്. ഏകദേശം ഒരു 70ഓളം റോഡ് വർക്കുകൾ തന്നെ 35 വാർഡുകളിലായിട്ടുണ്ട്. 3 വർക്കുകളാണ് ഈ ജനുവരി മാസം അവസാനിക്കുമ്പോൾ ഇവിടെ ചെയ്തത്. മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഏകദേശം 200ഓളം വരുന്ന AEയുടെ പ്രോജക്റ്റുകൾ ഏകദേശം 3 എണ്ണം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. വിവിധ വാർഡുകളിൽ റോഡുകൾ JCB ഉപയോഗിച്ച് റോഡുകൾ കുത്തിപ്പൊളിച്ച് ജനങ്ങൾക്ക് ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. കോൺട്രാക്ടർമാർക്ക് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്ത കോൺട്രാക്ടർമാർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല. വർക്ക് മോണിറ്റർ ചെയ്യാൻ ആളില്ല. നഗരസഭയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം കെടുകാര്യസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 മാസക്കാലമായി AEയെ നിയമിക്കാൻ CPM പ്രതിനിധിയായ ചെയർമാന് സാധിക്കുന്നില്ല എന്നത് നാടിന് അപമാനമാണ്. ഇതിലെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരെ വിമർശനം ഉയർന്നിട്ടും ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ പ്രതികരിക്കുന്നുമില്ല. കൃത്യമായി കൗൺസിൽ വിളിക്കാറില്ലെന്നും കൗൺസിലർമാരോ ജീവനക്കാരോ അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിച്ചാൽ പോലും ചെയർപേഴ്സൺ ഫോൺ എടുക്കാറില്ല എന്നും കൗൺസിലർമാർക്ക് ആക്ഷേപമുണ്ട്. 8 മാസമായിട്ട് ഇവിടെ AE ഇല്ല. ഒരു നഗരസഭയെ സംബന്ധിച്ച് AXയേക്കാൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു പോസ്റ്റാണ് AEയുടെ പോസ്റ്റ്. കാരണം വലിയ പ്രോജക്റ്റുകൾ മാത്രമേ AXക്ക് ചുമതലയുള്ളൂ. ചെറിയ പ്രോജക്റ്റുകളെല്ലാം നടത്തേണ്ടത് AX ആണ്. 240ഓളം പ്രോജക്റ്റുകളാണ് ഇവിടെ AEക്കുള്ളത്. ആ AEയുടെ പ്രോജക്റ്റിൽ 4% തൊഴിൽ നഗരസഭയിൽ ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. നഗരസഭയുടെ കാര്യം ഇപ്പോൾ നിലവിൽ വളരെ പരിതാപകരമാണ്. കൗൺസിലർമാരായ സനീഷ് ജോർജ്, K ദീപക്, ജിതേഷ് C ഇഞ്ചക്കാട്ട്, നീനു പ്രശാന്ത്, മെർലി രാജു, കവിത വേണു അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.